എന്താണ് വിശേഷം? സുഖമാണോ? റൊണാൾഡോ ആദ്യം സൂചിപ്പിക്കണ്ട. എനിക്ക് എൻ്റെ വാടക പൈസ ഉടനെ കിട്ടണം. നീ പറഞ്ഞു വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, എപ്പോൾ വിളിച്ചാലും കിട്ടത്തുമില്ല. അച്ഛാ പ്ലീസ്, കൊച്ചൻ്റെ കൂടെ ഒന്നും പറയല്ലേ. ആരെന്തായാലും എനിക്ക് എൻ്റെ വാടക പൈസ കിട്ടണം. ഒരു മിനിറ്റ് മോനെ, മോൻ ഇതുമായിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അങ്കിളിപ്പോൾ അറിയും മാമനെന്ന് കണ്ട് സംസാരിച്ചിട്ടേ. നീ എന്താണ് തോന്നിയാസം കാണിക്കുന്നത്? കട വാടകയ്ക്ക് എടുത്ത് വാടകയും തരില്ല, വിളിച്ച ഫോൺ എടുക്കത്തില്ല. അച്ഛാ വാടക പൈസ ഞാൻ കുറേ ചേട്ടൻ കൊണ്ടുതരാം. റൊണാൾഡോ അവധി പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. വാടക തരുന്നില്ല എനിക്ക് എൻ്റെ വാടക ഉടനെ കിട്ടണം. 2 ആഴ്ചത്തെ സാവകാശം എങ്ങനെ? 2 ആഴ്ച പോയിട്ട് 1 മണിക്കൂർ പോലും തരാൻ പറ്റത്തില്ല. ഞാൻ തരാച്ച ഒന്ന് തൽക്കാലം ഇത് എൻ്റെ ഇരിക്കട്ടെ. ഞാൻ വരാം. ഞാൻ നിന്നെ അച്ഛാ ഞാൻ പറയുന്നു കേക്കച്ചാ. ഇതിപ്പോ എത്ര അത്യാവശ്യം? വണ്ടിയുടെ 2-3 സ്പെയർ ഒക്കെ മേടിക്കണം. നിനക്ക് ഇന്നലെയും കുറെ സ്പെയർ പാർട്ട് മേടിക്കണുണ്ടായിരുന്നല്ലോ നീ. അതിപ്പോ വഴി വെച്ച് കണ്ടില്ല. അയാള് പണി കഴിഞ്ഞാൽ പൈസ തരും. സാധനം ഇട്ടും. ആര് പണിയില്ലേ? ഒരു പണിയില്ലടാ, സ്പെയർ പാർട്ട് മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇന്ന് ഇപ്പോഴും ചോദിക്കുന്നു. ഒരു പണി കൊടുക്കാം. ഇടി നമ്മുടെ സുരേഷിന്റെ വണ്ടിക്ക് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നിന്റെ വർക്ക്ഷോപ്പിലിട്ട് പോവാം. അവൻ അവിടെ വണ്ടിയും കൊണ്ടുവരും. അവിടെ ഇട്ടൊന്ന് ശരിയാക്കി കൊടുത്താൽ എന്ത് സൈലൻസിന് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു. അല്ല വണ്ടി കൊണ്ട് ഇഞ്ഞ് വരാൻ പറ, നമുക്ക് ഇവിടെ ഇട്ട് പണി കൊടുക്കാം. എന്റെ വർക്ക്ഷോപ്പ് അവിടെ ഇല്ലടാ. അവിടെ വരുന്നില്ല, അവിടെ അല്ലേ ടൂൾസ് അല്ലേ ഉള്ളത്. പിന്നെ എന്തിനാ ഇവിടെ വരുന്നതാ? അത്യാവശ്യം ടൂൾസ് എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് പെട്ടെന്ന് പണിഞ്ഞു കൊടുക്കാം. സാറിനോട് ഇഞ്ഞ് വരാൻ പറ. ഇവിടെ വാടക കൊടുത്തിട്ട് വർക്ക്ഷോപ്പ് എടുത്തിട്ട് പിന്നെ അവിടെ ഇട്ട് പണിയുന്നതല്ലേ നല്ലത്. ഇവിടെ തടുക്കണതിന്. അല്ല ഇപ്പൊ വർക്ക്ഷോപ്പിൽ ഞാൻ അങ്ങനെ പോകത്തില്ലല്ലോ. ഇവിടെ ഇട്ടാ പണിയുന്നത് എല്ലാവർക്കും അറിയാം. ഇഞ്ഞ് വന്നാലേ നമുക്ക് പെട്ടെന്ന് പണിഞ്ഞു കൊടുക്കാം. ദേ റോസ്മേരി വിളിച്ചിട്ടുണ്ടായി, നിന്നെ കിട്ടണില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവളൊന്ന് വിളിക്ക്. ചേട്ടത്തിന്റെ ഫോൺ കിട്ടും തരാം, ഞാൻ വിളിക്കട്ടെ. എന്റെ മൊബൈലേ സ്വിച്ച് ഓഫ് ആയി റൂമിൽ ഇരിക്കുന്നു. ചാർജ് ചെയ്യണം. കുത്തിയിടണോ? അത് കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറെ നേരം എടുക്കും ഓണായി വരാൻ. ആണോ? ഫോൺ കംപ്ലൈന്റാ? റൊണാൾഡോയുടെ മൊബൈൽ അവിടെ ഇരിപ്പണമെങ്കിൽ എടുത്തതാ. അല്ല അത് കുത്തിയിട്ടത് എനിക്കറിയാം. ഞാൻ തന്നെ കുറെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേ ഫിംഗർ ആയോണ്ടേ അത് തനി ഓണായി വരും. ഫിംഗർ ഓണാവോ മൊബൈൽ ഓണാവോ? മൊബൈല് കയ്യിലുണ്ടെങ്കിൽ. എന്റെ ഫിംഗർ അല്ലേ അത്. വർക്ക്ഷോപ്പിൽ വാടക കൊടുക്കാറില്ലേ? ഇല്ല. എന്ത് പോകാത്ത? വർക്ക്ഷോപ്പിൽ വാടക കൊടുക്കാത്ത എന്ത്? അവിടെ ഇപ്പൊ പഴയതുപോലെ പണിയില്ല വച്ചമ്പി. അത് പണിയല്ല ഇല്ലാത്തോണ്ടേ അപ്പൊ അയക്കിച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അയക്ക് കുറേശ്ശെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയക്ക് മൊത്തം വേണം. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? പറ. അയാള് മൊബൈൽ എടുത്തുള്ളൂ. നിനക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പണി കിട്ടിയതല്ലേ റൊണാൾഡോ? അന്നേരം അതങ്ങ് കൊടുക്കേണ്ട കാര്യം ഉണ്ടല്ലേ ഉണ്ടായിരുന്നു. സ്കൂൾ ഉറപ്പ് വന്നേ. കുഴപ്പമില്ല, ഞാൻ അത് അറേഞ്ച് ചെയ്ത് എടുക്കും. എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നേ? ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. ആരുടെ അടുത്ത്? എത്രയാ കുടിച്ച? 6000 3 മാസം. എന്തൊരു 4000 രൂപ ഉണ്ട്. ബാക്കി പൈസ അവള് തരും. മേടിക്കുന്നേ. പിന്നൊരു കാര്യം, മറ്റേ സേവറിനെ പോലെ അല്ലേ, വാങ്ങിയ പൈസ കൃത്യമായിട്ട് തിരിച്ചു തരണം. ഇല്ലെടുത്ത് അകത്തിട്ട് ഞാൻ കേട്ടാ. അല്ല ഇതങ്ങനെ ഇവിടെ ഇറങ്ങി നീ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. 2000 ഉണ്ട്. നീ വാടക കൊണ്ടോന്ന് കൊടുക്ക്. നിനക്കൊന്നും വളം വെച്ച് തരാൻ പാടില്ലാത്തതാ. ഇതെങ്ങനെ അറിഞ്ഞ്? ആരേത് ഇവിടെ വന്ന് പറഞ്ഞേ? മക്കളെവിടെയാണെന്ന് കണ്ടായിരുന്നു? ആ മാമനെ റൊണാൾഡോ മാമന് വഴക്കുറഞ്ഞപ്പോ നീ വിഷമമായി. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞേ. ഇനിയിപ്പം റൊണാൾഡോ മാമൻ പേടിക്കണ്ട, പ്രശ്നമെല്ലാം തീർന്നല്ലോ.